ഈവനിങ് ക്ലാസ്സിന് പോകുമ്പോൾ ഈ സാധനം കൈവിട്ടുകൊണ്ടായിരിക്കും പോകുക. എന്നിട്ട് എവിടെയെങ്കിലും ഇടം കഴിയുമ്പോൾ അത് നടക്കാൻ പോകുന്നതാണ്. കുറച്ചുകൂടെ സൗകര്യമുള്ളവരാണെങ്കിൽ ബൈക്കിലായിരിക്കും പോവുക. അപ്പൊ ഭാര്യ ഭർത്താവ് ബൈക്കിൽ കയറും, ഭാര്യയുടെ കയ്യിൽ സഞ്ചി ഉണ്ടാവും. വെച്ച സാധനം കാണുന്ന അവസരത്തില് അവിടെ വെച്ചിട്ട് കൂടായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ കുറച്ചുകൂടെ ഉയർന്ന കാലത്ത് വരുന്ന ആൾക്കാർ കാറിലാണ് പോകുക. കാറ് പോകുമ്പോൾ അപ്പോ ഈ ചെറിയ വീട് മുതൽ കാറിൽ സഞ്ചരിക്കുന്ന സമ്പന്നരായ ആളുകൾ ഉൾപ്പെടെ നമ്മളുടെ മാലിന്യത്തെ അവനവന്റെ മാലിന്യം അവനവൻ്റെതാണേ, മറ്റുള്ളതല്ല. ഞാൻ കൂടെ പറയേണ്ടത് അടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട് ഏട്ട വീട് തോന്നുന്നതല്ല, എന്റെ തന്നെയാണ്. അപ്പോ അവനവന്റെ മാലിന്യത്തെ മറ്റുള്ളവന്റെ മുഖത്ത് വലിച്ചെറിയാനും സമൂഹത്തിലേക്ക് വലിച്ചെറിയാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ശീലത്തിലേക്ക് ആര് മാറി? കേരളീയൻ മാറി. അപ്പൊ അതുകൊണ്ട് ആ ശീലം മാറണം. ഏത് ശീലം മാറേണ്ടത്? അവനവന്റെ മാലിന്യത്തെ നാട്ടിലേക്ക് വലിച്ചെറിയാനുള്ള ശീലം മാറി അവനവന്റെ മാലിന്യം അവനവന്റെ പരിധിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ഇല്ലാതാക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ശീലത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം. ആ ശീലം ഉണ്ടാകണം. ആ ശീലം നമ്മളിൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എവിടെ ഉണ്ടാകണം? സ്കൂളുകളിൽ, കുട്ടികളിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. കുട്ടികളിൽ ശീലം ഉണ്ടാക്കുമ്പോൾ ഓരോ പ്രത്യേകത. കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ അത് വലിച്ചെറിയരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ രാവിലെ മുതൽ വൈകുന്നേരമായിട്ടുള്ള സാധനങ്ങളൊക്കെ പൂട്ടി കെട്ടി ഇറക്കി കെട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ മോൻ ചോദിക്കാൻ, മോൻ ചോദിക്കും, മോനോ അമ്മ മോനും ചോദിക്കും. അപ്പൊ അത് ചോദിക്കാൻ ആരെ പ്രാപ്തനാക്കണം? എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക്കും ആ കുപ്പി മേടിച്ച് ചൂടുവെള്ളം ഒഴിച്ച് ചൂടുള്ള തോറുണ്ടാക്കി കുട്ടികൾക്ക് അതിനകത്ത് കൊടുത്തു. അതിൽ തന്നെ സംഭവിക്കണമെന്നറിയോ? ഈ ലെഡ് അല്ലെങ്കിൽ കാഡ്മിയം ലിങ്ക് ചെയ്ത് കളർ ചെയ്തിട്ടുള്ളതായ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് നല്ല ചൂടുള്ളതായ വെള്ളമോ നല്ല ചൂടുള്ളതായ ഭക്ഷണമോ പാക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ചൂട് ഉള്ള ഈ ലെഡ് ഇതിലേക്ക് ഇതിക്രമണം നടത്തിയിട്ട് ഭക്ഷണത്തിൽ കലരുകയും അത് നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിൽ എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ തോതിൽ എന്താ പറയാ പഠനത്തിനുള്ളതായ മികവ് ഉൾപ്പെടെ കുറഞ്ഞു പോകുന്ന, ബുദ്ധിമാനം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ മാറുന്നതാണ്. അപ്പൊ ഇത് വലിയ തോതിലുള്ള അപകടമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് കത്തിച്ച് കളയാന്നുള്ളതാണ്. നമ്മളിപ്പോ നാട്ടുമ്പുറത്ത് ചെയ്യുന്ന എല്ലാ ആളുകളും ചെയ്യുന്ന കുറെ പ്ലാസ്റ്റിക് അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ കത്തിക്കുക. ചിലപ്പോ ചില പഞ്ചായത്തുകൾ ഉൾപ്പെടെ ചെയ്യുന്നത് എവിടെയെങ്കിലും കൂട്ടിയിടുക, തീറ്റിട്ടായിട്ട് പോവുക. ആ ഭാഗത്താണ് നമുക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? ആ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുക അല്ലെങ്കിൽ അത് വായന സൃഷ്ടിച്ചാൽ നമ്മൾക്ക് ലങ്സ് ക്യാൻസർ തർക്കമല്ല. അതിന് കത്തിക്കുമ്പോൾ പലതരത്തിലുള്ളതായ വിഷാംശങ്ങളാണ് ഉണ്ടാക്കുക. പ്ലാസ്റ്റിക് കത്തിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷമാണ് ഡയോക്സിൻ എന്ന് പറയുന്നത്. ഡയോക്സിൻ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമാണ്. ഫ്യൂറാൻ, FURAN, ഫ്യൂറാൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷാംശമാണ്. ഇനി വേണ്ടത്ര വായുവിന്റെ സമ്പർക്കമില്ലാതെ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡാണ്. ഈ കാർബൺ മോണോക്സൈഡും ലങ്സിനെ ബാധിക്കാതെ വിഷാംശങ്ങളാണ്. നമ്മുടെ ആശുപത്രികൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിക്കലുണ്ടോ? കാരണം ഇത് 12 നിർത്തുന്നതുകൊണ്ടാണ് സ്പീഡിൽ ഇപ്പോൾ പോകുന്നത്. അപ്പൊ ഈ ആശുപത്രികൾ ഉപയോഗിക്കുന്നതായ ക്ലോറിൻ കലർന്നിട്ടുള്ളതായ പ്ലാസ്റ്റിക്കുകളുണ്ട്. ക്ലോറിൻ മിക്സ് ചെയ്തിട്ടുള്ളതായ പ്ലാസ്റ്റിക്കുകളാണ് ആശുപത്രിയിൽ ഉപയോഗിക്കുക. അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷം എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന പോയിസണാണ്. വിനൈൽ ക്ലോറൈഡ്. അപ്പോ ഒന്ന് കാർബൺ മോണോക്സൈഡ്, വിനൈൽ ക്ലോറൈഡ്, ഫ്ലൂറാൻ, ഡയോക്സിൻ തുടങ്ങിയിട്ടുള്ള വാതകങ്ങള് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനെ അത് ബാധിക്കും. ലങ്സ് ക്യാൻസർ ഉണ്ടാകുമെന്നുള്ള കാര്യം യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പ്ലാസ്റ്റിക് കത്തിക്കരുത്. ആരെയും പ്രോത്സാഹിപ്പിക്കരുത്. എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണമെന്നാണ്
അപ്പൊ പലരും ചോദിക്കും, പിന്നെ എന്താണ് ഇതിനുള്ള ഒരു മാർഗം, എന്താ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ പ്ലാസ്റ്റിക്കിനെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായ മറ്റൊരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് 3 റെമഡിയുണ്ട്. ഒന്ന് റെഡ്യൂസ് ചെയ്യുക, മറ്റൊന്ന് റീയൂസ് ചെയ്യുക, മൂന്നാമത്തത് റീസൈക്കിൾ ചെയ്യുക. 3R അറിയുക: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഈ രീതിയിൽ നമുക്കതിന്റെ ചെയ്യാൻ പ്ലാസ്റ്റിക്കിന്റെ കേസ് നമുക്ക് പറയാവുന്ന ഒരു ഇതുണ്ട്. ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു തീരുമാനം കൊടുക്കുക. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗത്തില് കുറയ്ക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുക. പൂർണ്ണമായിട്ടും നിരോധനം നമുക്ക് കഴിയില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഒരു പുതിയ ഉപഭോഗ സംസ്കാരം വന്നപ്പോ ഇത് മുഴുവൻ എങ്ങനെയാ വരിക? മുഴുവനും പ്ലാസ്റ്റിക് കവറിലാണ് വരിക. നമ്മുടെ കടയിൽ പോയിട്ട് ഇപ്പൊ നമ്മളൊരു ബിഗ് ഷോപ്പോ അല്ലെങ്കിൽ പിക്കപ്പോ വാങ്ങുന്നത് പോലെ അല്ല നമുക്ക് വരുന്നത്. എല്ലാ സാധനങ്ങളും മൾട്ടി കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്നത് എല്ലാം പാക്ക് ചെയ്ത് വരികയാണ്. ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോയി കഴിഞ്ഞാല് നമുക്ക് പോയിട്ട് പറയാൻ കഴിയില്ല, നമുക്ക് പാക്ക് ചെയ്ത പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്ത ബിസ്ക്കറ്റ് വേണ്ട എന്നൊന്ന് പറയാൻ കഴിയും. അപ്പൊ നമുക്ക് വാങ്ങാൻ കഴിയില്ല, വാങ്ങാതിരിക്കാനും കഴിയില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഇതുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെ നമുക്ക് എവിടെയെങ്കിലും ശേഖരിച്ച് വെക്കാൻ കഴിയുമോ? ശേഖരിച്ച് വെക്കുക. അങ്ങനെ ശേഖരിച്ച് വെച്ച് അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അതിന് വീണ്ടും മറ്റേതെങ്കിലും പ്രോസസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോ അവിടെ ചെയ്യാൻ കഴിയുന്നത് കളക്ട് ചെയ്യുമ്പോൾ വീടുകളിൽ പ്ലാസ്റ്റിക്കുകൾ മുഴുവനും കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കുറച്ച് പരമാവധി നമുക്ക് കുറയ്ക്കാം. അപ്പൊ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ ആ പ്രദേശത്ത് ഉണ്ടാകില്ല. പക്ഷെ വീടുകളിൽ കുറേയൊക്കെ വരും. അങ്ങനെ വന്നാൽ അതെല്ലാം ശേഖരിക്കാൻ ആവശ്യമായ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അങ്ങനെ മാർഗതോ എല്ലാവരും കൊണ്ടുവന്നു, ഉപ്പ് വാങ്ങിക്കൊണ്ടുവന്നു, ഒരു പ്ലാസ്റ്റിക് കിട്ടി, അതെന്ത് ചെയ്യുക? നമ്മളത് വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ ചാക്കിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ എന്തെങ്കിലും അവിടെ സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെ ഓരോന്നും കൊണ്ടുപോകും. ആ കൂട്ടത്തിലാണ് ഇറച്ചി വാങ്ങിച്ച കൂടും കിട്ടി, മീൻ വാങ്ങിച്ച കൂടും പ്ലാസ്റ്റിക്കിന്റെ കവറും കിട്ടി. അപ്പൊ അതെന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ വയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതൊന്ന് കഴുകുക. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ അഴുക്ക് മുഴുവൻ പോകും. കാരണം പ്ലാസ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പൊ ഇറച്ചി കൊണ്ടുവന്ന കവറാണെങ്കിലും മീൻ കൊണ്ടുവന്ന കവറാണെങ്കിലും ഒന്ന് കഴുകിയതിനു ശേഷം ഒരു ക്ലിപ്പ് ചെയ്ത് രാവിലെ ഇട്ടത് വൈകുന്നേരം ആവുമ്പോഴത്തെ കൃത്യമായിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? അത് ഇട്ടിട്ട് ഈ ബോക്സിലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മുടെ വീടുകളിൽ പരമാവധി കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വരുന്നതിനെ നമുക്ക് ഒരു കേന്ദ്രം നമ്മൾ കളക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കളക്ട് ചെയ്താൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഒരു ഇടപെടലിന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീകളെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളോ ഉപയോഗപ്പെടുത്തി ഓരോ വീടുകളിൽ നിന്നും യൂസർ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ വേണമെങ്കിൽ ഒരു മാസം ഇതെടുക്കുന്നതിന് വേണ്ടി 20 രൂപ അല്ലെങ്കിൽ ഒരു വീട്ടിൽ 50 രൂപ അങ്ങനെ യൂസർ ഫീസ് ഈടാക്കിക്കൊണ്ട് ഇത് ശേഖരിക്കാനും, അങ്ങനെ ശേഖരിച്ച് ഏതെങ്കിലും പഞ്ചായത്തിന്റെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യാവുന്നതാണെങ്കിൽ റീസൈക്കിൾ ചെയ്യണം. അല്ലാതെ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് കൊണ്ട് പോകുക എന്നുള്ള കൾച്ചറിലേക്ക് നമ്മൾ മാറേണ്ടി വരും. പണ്ട് നമ്മൾ എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്? പണ്ടിങ്ങനെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മള് ചന്ത പോകുമ്പോൾ എങ്ങനെ പോവുക? 2 കൈ വീഴ്ചയുടെ കണ്ടേ പോവുക. അവിടെ നിങ്ങൾക്ക് ബിഗ് ഷോപ്പ് കിട്ടോ? ചന്ത പോയാൽ കിട്ടില്ല സാർ. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് ഒരു ഇതിലേക്ക് ആക്കിയിട്ട് തരികയാണ് ചെയ്യുക. നമ്മൾ സാധാരണ പോകുമ്പോൾ ബിഗ് ഷോപ്പ് എന്തെങ്കിലും എടുത്തോണ്ട് പോകും അല്ലേ? ചിലയിടത്ത് അങ്ങനെയുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെന്താ ചെയ്യാ? ഒന്നുപോലെ തേക്കിന്റെ ഇലയില് അല്ലെങ്കിൽ പേപ്പറില്, അതൊരു കലയാണ്. പേപ്പർ കുമ്പിട് കിട്ടി ചാക്കോലിട്ട് കിട്ടുക എന്ന് പറയുന്ന പ്രത്യേക കലയാണ്. സെക്കൻഡിൽ നമുക്ക് തരുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് വിചാരിക്കുന്നത് പ്ലാസ്റ്റിക്കിലേക്ക് ആക്കുക. അപ്പൊ ആ ഒരു ശീലം നമ്മൾ പഴയതിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? അപ്പൊ നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ ഒരു ബിഗ് ഷോപ്പ് കൊണ്ടുപോകുക, അതിനകത്ത് കൊണ്ടുവരിക.
അങ്ങനെയുള്ള ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാൻ ആലത്തൂര് ടൗണിൽ പോയിട്ട് ഏത് കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്നത് ജോണേട്ട ബിഗ് ബാഗ് ഉണ്ടോന്നാണ് ചോദിക്കുക, ബിഗ് ഷോപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. അതെന്തെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു പേപ്പർ പോന്നിട്ട് എനിക്ക് ഞാൻ പ്ലാസ്റ്റിക് ഒരിക്കലും ഉപയോഗിക്കാതെ ഒരു ശീലമായിട്ടുണ്ട്. എന്നെ അറിയുന്ന മിക്കവാറും കടക്കാർ അത് ചോദിക്കും, ജോണേട്ട ബിഗ് ഷോപ്പ് ഉണ്ടെന്നുണ്ടോന്നാ ചോദിക്കുക. അപ്പൊ അതെന്തെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇട്ട് തരും. അപ്പൊ ഈ ഒരു ശീലം നമ്മൾ ശീലിച്ചാൽ മതി. പല്ല് തേക്കണ ബ്രഷ്, ചവിട്ടി നടന്ന ചെരുപ്പ്, ഇങ്ങനെയുള്ള ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ളതായ സാധനം റീസൈക്കിൾ ചെയ്തിട്ടാണ് സ്ട്രോ ഉണ്ടാക്കിയത്. ആ സ്ട്രോയാണ് നമ്മളുടെ ഒക്കെ അഭിമാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയെങ്കിലും ഉപയോഗിക്കാണ്ടിരുന്നു നമുക്ക് നല്ല അന്തസ്സുള്ള ചുണ്ടില്ലേ. എന്താ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ചുണ്ട് ഉപയോഗിച്ച് അത് വലിച്ചു കുടിച്ചപ്പോ എന്താ സംഭവിക്കുക? എന്തെങ്കിലും അന്തസ്സ് പോകുമോ? അപ്പൊ ഇത് പക്ഷെ എങ്ങനെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഉപയോഗിക്കാറ്. അങ്ങനെയുള്ള അത് ഞാൻ അതാണ് പറഞ്ഞത്. അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത കുറെ ഉണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ റീസൈക്കിൾ ചെയ്യാവുമ്പോൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നത് സിസ്റ്റം പ്ലാസ്റ്റിക്കിന്റെ കേസിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറെയൊക്കെ നമുക്ക് ഇല്ലായിട്ട് അതിന്റെ പുറമെ കാണുന്ന പ്ലാസ്റ്റിക്കും ഉള്ളിലുള്ളത് എന്താണ്? ലോഹവുമാണ്. മെറ്റലാണ്. സിങ്ക് പോലുള്ള അല്ലെങ്കിൽ മെറ്റലാണ്. അത് രണ്ട് ടെമ്പറേച്ചറാണ് എന്ത് ചെയ്യുള്ളൂ? ഉരുകുള്ളൂ. അപ്പൊ അതിന്റെ വ്യത്യസ്ത ടെമ്പറേച്ചർ, അത് ഫിസിക്സാണ്, ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. വ്യത്യസ്ത ടെമ്പറേച്ചറിൽ ഉരുകുന്ന ആ പദാർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കണ്ട് റീസൈക്കിൾ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നമുക്ക് റീസൈക്കിൾ ചെയ്യാം. റീസൈക്കിൾ ചെയ്യാത്ത പ്ലാസ്റ്റിക്കിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഷീനറിയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബണ്ടിലുകളാക്കി കംപ്രസ് ചെയ്ത് നമുക്ക് ബിൽഡിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ രൂപത്തിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാം. അപകടകരമായിട്ടുള്ളതായ മാലിന്യമുണ്ട്, അതിന് മെഡിസിൻ ഉണ്ട്, ഉപയോഗശൂന്യമായിട്ടുള്ള കാലാവധി കഴിഞ്ഞ മെഡിസിൻ ഉണ്ട്, സിറിഞ്ചുകളുണ്ട്. സിറിഞ്ചുകളൊക്കെ നമ്മളിപ്പോ നമ്മുടെ പാലക്കാടുള്ള ഈ മേഖലയിലേക്ക് പോയിട്ടാണ് അവിടെയാണത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മെഡിസിനും അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ, CFL, ട്യൂബുകൾ, ഇതൊക്കെ അലക്ഷ്യമായിട്ട് നമ്മുടെ മണ്ണിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? എറിഞ്ഞ് പൊട്ടിക്കരുത്. അങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ചാൽ ആ CFL-ലും ട്യൂബിലുമുള്ളതായ മർക്കുറി പൂർണ്ണമായിട്ടും മണ്ണിലേക്ക് കലരും. അങ്ങനെ മണ്ണിൽ കലരുന്ന മർക്കുറി മഴ പെയ്യുമ്പോൾ വെള്ളത്തിലൂടെയും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഈ മർക്കുറി ഭക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ഈ ലോകങ്ങൾ ശരീരത്തിലേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ളതായ അസുഖങ്ങളും മാരകമായിട്ടുള്ളതായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചിട്ടയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിക്കുന്നത്. അത് അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള രീതികളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടി വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നീടുള്ളത് ജൈവമാലിന്യമാണ്. ജൈവമാലിന്യത്തെ നമുക്ക് പ്രോസസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കമ്പോസ്റ്റിംഗ് ആണ്. ജൈവമാലിന്യത്തെ കമ്പോസ്റ്റിംഗ് ആയിട്ടും ബയോഗ്യാസ് ആയിട്ടും നമുക്ക് മാറ്റാൻ കഴിയണം. കമ്പോസ്റ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും നമുക്ക് പിറ്റ് കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ പൈപ്പ് കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പഞ്ചായത്തുകൾക്കൊക്കെ വേണമെങ്കിൽ വർമി കമ്പോസ്റ്റ് ഉപയോഗിക്കാം. ടൗണുകളിൽ ജൈവമാലിന്യങ്ങളിലൊക്കെ വേണ്ടി വിൻഡ്രോ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെ പിറ്റ് കമ്പോസ്റ്റിങ്, പൈപ്പ് കമ്പോസ്റ്റിങ്, വിൻഡ്രോ കമ്പോസ്റ്റിങ്, വർമി കമ്പോസ്റ്റിങ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജൈവമാലിന്യത്തെ നമുക്ക് ചെയ്യാം, സംസ്കരിക്കാം. അങ്ങനെ സംസ്കരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് കിട്ടും? നമുക്ക് വളം ലഭിക്കുന്നുണ്ട്. ആ വളം ഉപയോഗപ്പെടുത്തി നമുക്ക് ജൈവ കൃഷി, മറ്റുള്ള കാര്യങ്ങൾ, പച്ചക്കറി കൃഷിയൊക്കെ വ്യാപിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാൻ കഴിയും. അപ്പൊ ഈ രൂപത്തിലേക്ക് ജൈവ മാലിന്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ അടുക്കളയിലുണ്ടാകുന്ന വേസ്റ്റ്, ഞാനിതിന്റെ സമയമില്ലാത്ത വിശദാംശങ്ങൾ എന്താ ചെയ്യണമെന്ന് പറയാത്തത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഓരോ അവസരം ഉപയോഗിക്കാം. അടുക്കളയിലുണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റ് പോലുള്ളതായ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുക. അപ്പൊ ബയോഗ്യാസ് ആകുമ്പോൾ അവിടെ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇന്ധനം ലഭിക്കും, അതോടൊപ്പം തന്നെ മാനുവലും ലഭിക്കും. ഇവിടെ നമുക്ക് ഇന്ധനമായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടും. അതോടൊപ്പം തന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്ന സ്ലറി പോലുള്ളതായ ആ ദ്രാവകം ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതായ
വളമാണ്. അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ വലിയ തോതിലുള്ളതായ വളർച്ചയും ഫലപ്രദവും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് സൂചിപ്പിച്ചു. ഇനി ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായി നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ ഒരു കടലാസുണ്ട്, ഒരു ലീഫ്ലെറ്റിന്റെ ഒരു പേപ്പറാക്കാനുള്ളത്. അതിന് 10 കാര്യങ്ങൾ പറയുന്നു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ 10 കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന് സൂചിപ്പിക്കുന്നത്. വേണ്ട, ഇപ്പൊ എടുക്കട്ടെ, ഇപ്പൊ വായിക്കാൻ പറ്റിയ സമയം അതുകൊണ്ട് ഞാൻ 10 അങ്ങോട്ട് പറയാം. ഒന്ന്, ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകേണ്ട ശീലങ്ങളിലുള്ള മാറ്റം തന്നെയാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തത്, കുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ജീവനക്കാരാണെങ്കിലും സ്കൂളുകളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുമ്പോൾ അവനവന് കഴിക്കാൻ ആവശ്യമായത് മാത്രമേ കൊണ്ടുവരാവൂ. ധാരാളമായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും കഴിക്കാതെ വലിച്ചെറിയുന്ന ഒരു രീതി മക്കളിൽ ഉണ്ടാകാൻ പാടില്ല. അത് അധ്യാപകർ ഉണ്ടാകാൻ പാടില്ല, ജീവനക്കാർ ഉണ്ടാകാൻ. അവിടുത്തെ 2 കൺസെപ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയരുത്. വലിച്ചെറിയ വീണ്ടും അപകടകരമായ പ്രദേശം കൊണ്ടൊരു മലീമസമാകും. മറ്റൊന്ന്, ഭക്ഷണ പദാർത്ഥങ്ങൾ പാഴാക്കരുത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മക്കളെ അവനവൻ ആവശ്യമുള്ളത് മാത്രമേ കൊണ്ടുവരാവൂ. കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും കഴിച്ചിരിക്കണം. ഒരു കാരണവശാലും ഇത് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാഴാക്കുകയോ ചെയ്യരുത്. അത് ഭക്ഷ്യസുരക്ഷയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാകും എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ അവരെ വിടേണ്ടി വരും. നമ്മളൊക്കെ അത്യാവശ്യ ഭക്ഷണം കഴിച്ച് ആവശ്യമായിട്ട് ഭക്ഷണം കഴിച്ചത് വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കിട്ടാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നും നമ്മൾ വലിച്ചെറിയുന്നതിലൂടെ അവർക്കത് ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നും നമ്മളത് വലിച്ചെറിയാതിരുന്നാൽ ആ വിഭാഗത്തിന് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക്, ആ ഒരു കൾച്ചറിലേക്ക്, ആ ബോധ നിലവാരത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനമാണ് ഇതിലൂടെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കൊണ്ടുവരിക, പാഴാക്കി കളയാതിരിക്കാൻ ആ ഒരു നിലവാരത്തിൽ ഇത് മാത്രമേ കേരളത്തിൽ ഇതിപ്പോ അതിനപ്പുറത്തേക്കുള്ള മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമില്ല. ഇതാണ് കൺസെപ്റ്റ്. രണ്ടാമത്തത്, ആഹാരം, കുടിവെള്ളം എന്നിവ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാവുന്ന പാത്രങ്ങളിലാണ് കൊണ്ടുവരുന്നത്. അതിന് ഉദാഹരണമാണ് ഇവിടെ അരവിന്ദാശ്രമ പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു. അതിനേക്കാൾ മുമ്പ് ഒരു 4 ദിവസം മുമ്പ് നമ്മുടെ കളക്ടർ മേരി മന്ത്രിമാരുടെ അവലോകന യോഗം നടത്തിയപ്പോ ആ യോഗത്തില് ചായ കൊടുത്തത് സ്റ്റീലാസിനാണ്. കഴിഞ്ഞ 27-ാം തീയതി സംസ്ഥാന തലത്തില് ജനകീയ ആസൂത്രണത്തിന്റെ 2ാം ഘട്ടം ലോഞ്ചിങ് നടത്തുന്ന മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ചായ കൊടുത്തത് കുപ്പി ഗ്ലാസിലാണ്. നമ്മൾ പുതിയ കൺസെപ്റ്റിലേക്ക് പോയി. ഇത്തരത്തിൽ കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാവുന്ന പാത്രങ്ങളിൽ മാത്രം ഭക്ഷണവും കുടിവെള്ളവും കൊണ്ടുവരിക എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ചില ആൾക്കാർ പറയുന്നത് അതൊക്കെ അസൗകര്യമാണ്. സൗകര്യത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ്. സൗകര്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു. അസുഖം വലിച്ചു വെക്കണോ? നമ്മളിപ്പോ പേപ്പർ ഗ്ലാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മുഴുവൻ പേപ്പറാണത്. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് അല്ലെങ്കിൽ വാക്സ് കോട്ടിങ്ങിനകത്തുള്ളത്. മെഴുകിന്റെ കോട്ടിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോട്ടിങ്ങാണ് അതിനകത്ത് ഉള്ളത്. ഈ മെഴുകിന്റെ കോട്ട് ചെയ്തിട്ടുള്ള അവസ്ഥയിൽ തിളപ്പിച്ച വെള്ളങ്ങൾ ഒഴിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആ സാധനം നമ്മൾ ഉരുകി കഴിഞ്ഞാൽ അതാണ് നമ്മൾ കുടിക്കുക. അപ്പൊ സൗകര്യത്തിന്റെ ഭാഗമായി ഈ സാധനം കുടിക്കണോ അതെയോ? ഇത് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഇനി വേറെ തന്നെ ഈ കൺസെപ്റ്റ് തന്നെ വെച്ചോളൂ. നിങ്ങളിപ്പോ ഇത് താഴെ തട്ടിലുള്ള ഏതെങ്കിലും ഹോട്ടലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ പറയുക വൃത്തിയുള്ള സാധനം ഇങ്ങനെ ഗ്ലാസ്സിലാണ് കിട്ടിയത്, കുടിച്ചപ്പോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ലേ? ഇല്ലേ?
ഞാനും പോയിട്ടൊന്നുമില്ല, പറഞ്ഞു റീസാറിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അവിടെ എങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണപദാർത്ഥം കിട്ടുക? അവിടെ ഒരു ഡിസ്പോസബിൾ ഇല്ലല്ലോ, ഇല്ല, അവിടെ ഡിസ്പോസബിൾ ഒന്നുമില്ല. അവിടെ എല്ലാം ഒന്നുകിൽ ക്ലൈയുടെ പ്ലേറ്റ്, സ്റ്റീലിന്റെ പ്ലേറ്റ്, ഗ്ലാസിന്റെ പ്ലേറ്റ് ഇതൊക്കെ തന്നെ ഉള്ളൂ. കുപ്പികളുണ്ട്. അവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തില്ല, കൺവീനിയൻസ് ഇല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ആരെങ്കിലും പറയാറില്ല ഇത് ഇങ്ങനെയുള്ള സാധനമാണ് ഞങ്ങൾ ഉപയോഗിക്കില്ല, അടുത്ത ഇതിന് മുമ്പുണ്ടായിരുന്നവർക്ക് വെള്ളം കൂട്ടിയ ഗ്ലാസ്സിലാണ് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഇല്ലല്ലോ. അത് അവിടെ പോകുമ്പോൾ അന്തസ്സാണ്, ഇവിടെ വരുമ്പോ സൗകര്യമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സൗകര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ളതായ അപകടങ്ങൾ വിളിച്ചു വരുത്തേണ്ടതില്ല, വിളിച്ചു വരുത്തേണ്ട. അതിനാവശ്യമായ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഒരു മെസ്സേജ് ആയിട്ട് നൽകുന്നുള്ളൂ. അപ്പോ ആഹാര പദാർത്ഥങ്ങൾ ഇനി വേറെ ഒന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികള് പാഴ്സൽ കൊണ്ടുവരുന്നു, പാഴ്സൽ കൊണ്ടുവന്ന പേപ്പർ പ്ലേറ്റ് ആണ്. പേപ്പർ പ്ലേറ്റ് ഉണ്ട്. അതോടൊപ്പം ആ പേപ്പർ പ്ലേറ്റ് നമ്മൾ ചെയ്യേണ്ട ഒന്ന്, ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ വളമാക്കി മാറ്റാനും ആ വളം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് പറ്റണം, നമുക്ക് പച്ചക്കറി മുതലായ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് 4ാമത്തെ കാര്യം. അതാണ് 5ാമത്തത്, പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ച് സൂക്ഷിക്കാനും അത് ഒരുമിച്ച് MRF പോലുള്ള സെന്ററിലേക്ക്, MRF എന്ന് പറഞ്ഞ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റേഷൻ സെന്ററാണ്. MRF എന്ന് പറഞ്ഞ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റേഷൻ സെന്റർ. വേറെ തനി മലയാളം പറഞ്ഞാൽ ഇത് എല്ലാവരും കൂടി സംഭരിക്കുന്ന ഒരു കേന്ദ്രം അപ്പോഴുള്ളൂ. അത് നമുക്ക് പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ആരംഭിക്കാം. അങ്ങനെ ആരംഭിച്ചാൽ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മുഴുവനും നമുക്ക് എവിടെ എത്തിക്കാം, ഈ MRF കേന്ദ്രത്തിലേക്ക് എത്തിക്കാം. ആ MRF കേന്ദ്രക്കാർ എന്ത് ചെയ്യും? MRF കേന്ദ്രക്കാര് ആക്രി കച്ചവടക്കാരായിട്ടോ അല്ലെങ്കിൽ റീസൈക്ലിംഗ് ചെയ്യുന്ന ഏജൻസികളുമായിട്ട് ലിങ്കേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് MRF നമ്മൾ അവര് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് MRFിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം ചെയ്യണം. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കുകൾ സ്കൂളിന്റെ പരിസരത്ത് ഒന്നും വലിച്ചെറിയരുത്. ആ വരുന്ന പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ ശേഖരിച്ച് അവിടെ വെക്കാനും സ്കൂളില് നമ്മളുടെ ഇതിന്റെ ഭാഗമായിട്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ ആക്രിക്കാരെയോ അല്ലെങ്കിൽ ഇതിന്റെ റീസൈക്കിൾ ചെയ്യുന്ന ഏജൻസിനെയോ ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ MRFിലേക്ക് എത്തിക്കാം. ആ സ്കൂളിന്റെ പരിസരത്ത് വലിച്ചെറിയാൻ കുട്ടികളെ അനുവദിക്കുക. അതാണ് അടുത്ത പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. പേപ്പർ ഒരു കാരണവശാലും വലിച്ചെറിയരുത്. പേപ്പർ വിജയ രൂപത്തിലേക്ക് കേന്ദ്രീകരിക്കുക, എന്നിട്ട് അവസാനം കത്തിച്ച് കളയരുത്. അതും ഇത്തരത്തിലുള്ളതായ റിക്കവറി സെന്ററിലേക്ക് എത്തിച്ചാൽ പഴുപ്പുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും, അത് എടുത്തുകൊണ്ട് പോകും. വീണ്ടും നമുക്ക് പേപ്പറാക്കി പഴുപ്പാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഈ MRFിലേക്ക് വരുന്ന പേപ്പർ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് വരുന്ന പേപ്പർ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അത് മറ്റ് ഏജൻസികൾക്ക് കൈമാറാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് ആരുണ്ടാക്കേണ്ടത്, സ്കൂളുകളിൽ ഈ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, കുട്ടികൾക്ക് മഷിപ്പേന ഉപയോഗിക്കാനുള്ള ശീലത്തിലേക്ക് കൊണ്ടുവരാൻ. മഷിപ്പേന ഉപയോഗിക്കാനുള്ള ശീലത്തിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോ എല്ലാവരും ചെയ്യുന്നത് ഡോട്ട് പെന്നാണ്. എന്ത് ഡോട്ട് പെൻ വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നെ അതിന്റെ റീഫില്ലുകൾ മാറ്റിയില്ല, റീഫില്ല് മാത്രം മാറ്റിയിട്ടില്ല അതല്ലേ. അപ്പൊ അത്രയും മാലിന്യം ഉണ്ടാവില്ല. ഇപ്പൊ എന്താ, ഇപ്പൊ പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വലിച്ചെടുത്തിട്ട് അടുത്തത് എടുക്കുക. ഇത് മുഴുവനും ഈ പ്ലാസ്റ്റിക് മുഴുവൻ ഇങ്ങനെ സ്കൂളിൽ വലിച്ചെടുത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് പറയുന്നു, കുട്ടികളിൽ മഷിപ്പേന ഉപയോഗിക്കാനുള്ള ശീലം വളർത്തിയെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഒന്ന് ഒറ്റയടിക്കാനാകില്ല. കുട്ടികൾ എവിടെയെങ്കിലും ഒരാൾ പേന ഉപയോഗിക്കുന്നുണ്ടാകാം. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പേനയിലെ മഷി തീരുമ്പോ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, വലിച്ചെറിയരുത്. ഓരോ ക്ലാസ് മുറിയിലും ഈ പേന മഷി തീരുന്ന അവസരത്തിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ചെറിയ ബക്കറ്റ് എന്തെങ്കിലും ഓരോ ക്ലാസ് മുറിയിലും വെക്കണം. ഏതെങ്കിലും ഒരു കുട്ടി ഉപയോഗിക്കുന്ന പേനയുടെ മഷി തീർന്നാൽ അത് ആ ബക്കറ്റിൽ നിക്ഷേപിക്കത്തക്ക രൂപത്തിലേക്കുള്ള സംവിധാനം
അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തീരുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ ഇവിടെ എവിടോട്ട് കൊണ്ടുപോവുക MRP കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തെ നമ്മൾ ആലോചിക്കുന്നു. വളർന്ന് കോഴി വരുമ്പോഴോ ആ കോഴിയെ വളർത്താൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ ഒട്ടേറെ ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. ആന്റിബയോട്ടിക്സ് കൊടുക്കണം. പിന്നെ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോണുകളും കൊടുക്കും, കെമിക്കലാണ് കൊടുക്കുക. അപ്പൊ ഈ ആന്റിബയോട്ടിക്സും കെമിക്കലുകളും മുഴുവനാണ് പിന്നെ എല്ലാവരും കഴിക്കുക. ഇപ്പൊ കുറെ കൂടെ സംസ്കാരം മാറിയിട്ട് ഇപ്പൊ കോഴിയെ വാങ്ങിക്കൊണ്ടത് അവിടുന്ന് വെച്ച് വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനേക്കാൾ വലിയ സാധനം എന്താണ്, ഹോട്ടലിൽ പോവുക, അവിടുന്ന് പാകം ചെയ്ത് വാങ്ങിക്കൊണ്ടുവരിക, കഴിക്കുക. അപ്പൊ എന്തായി, അത് അങ്ങനെ വരുമ്പോൾ കോഴിയിലുണ്ടാകുന്ന മറ്റേ ആന്റിബയോട്ടിക്സ് ഉണ്ടാകും, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതായ ഹോർമോണുകളുള്ളതായ കെമിക്കൽസ് ഉണ്ടാകും. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനോട്ട് പോലുള്ളതായ രാസവസ്തുക്കളുടെ ചേർത്തിട്ടുള്ളതായ സാധനങ്ങൾ കൂടി നമ്മൾ കഴിക്കുന്ന ആ കൾച്ചറിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോ ഈ കൾച്ചറിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയുന്നത് അതാണ് തേനയുടെ അവസരം പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പഴയതിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ഇപ്പൊ നമ്മള് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സ്കൂളുകളിലെ പൊതുപരിപാടികൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണവശാലും പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്, പ്ലാസ്റ്റിക് ബോട്ടില്, പ്ലാസ്റ്റിക് കവറ്, ഫ്ലെക്സ്, പ്ലാസ്റ്റിക്കിന്റെ ഫ്ലെക്സ് എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് പേപ്പർ, പ്ലാസ്റ്റിക് ബോട്ടില്, പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക്കിന്റെ ഫ്ലെക്സ്, ഇത്രയും കാര്യങ്ങൾ സ്കൂളുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് അധ്യാപകരാണെങ്കിലും ജീവനക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായ രീതിയെ കൾച്ചറിലേക്ക് കൊണ്ടുപോകണം. അതാണ് ഇവിടെ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ സൂചിപ്പിച്ചത്. ഇത് സാധാരണ ഫ്ലെക്സിലാണ് ചെയ്യുക, കുഴിയിൽ അടിക്കാവുന്നതിലേക്ക് ആലോചിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആലോചനയിലേക്ക്. അങ്ങനെയുള്ള ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പൊതുപരിപാടികളിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് എന്ന് സൂചിപ്പിക്കും. മറ്റൊന്ന്, അപകടകരമായ ഈ വേസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാനും അത് ഞാൻ നേരത്തെ പറഞ്ഞ സാപ്പ് പോലുള്ള ദുരന്തത്തിൽ എത്തിക്കാനും കഴിയുന്ന വിധത്തിലേക്കുള്ള നടപടി സ്കൂളുകളില് അതാണ് 9ാമത്തെ പ്രോട്ടോകോളായിട്ട് വരുന്നത്. ഈ വേസ്റ്റുകളും അത് ഇലക്ട്രോണിക് വേസ്റ്റും അതോടൊപ്പം ഇലക്ട്രിക് വേസ്റ്റുകളും ഉണ്ടാകും. ഇത് രണ്ടും ശേഖരിക്കുക, എന്നിട്ട് സാപ്പ് പോലുള്ള കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ്. മറ്റൊന്ന് അവസാനത്തേത്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചിട്ടയായി നമ്മുടെ സ്കൂളുകൾ നടക്കുന്നുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് തിരുത്താനും കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു മോണിറ്ററിംഗ് സമിതിക്ക് ഉണ്ടാകും. ആ മോണിറ്ററിംഗ് സമിതിയില് അധ്യാപകരുടെ പ്രതിനിധി ഉണ്ടാകണം, PTA-യുടെ പ്രതിനിധി ഉണ്ടാകണം, കുട്ടികളുടെ പ്രതിനിധി ഉണ്ടാകണം. ആ കുട്ടികളുടെ പ്രതിനിധി പറഞ്ഞാൽ സ്കൂൾ ലീഡർ ഉണ്ടാകാം, അല്ലെങ്കിൽ ക്ലാസ് ലീഡർമാരുണ്ടാകാം. അങ്ങനെ ക്ലാസ് ലീഡർമാരെ എല്ലാവരും നല്ല പ്രതിനിധികളാകാം. സ്കൂൾ ലീഡറും അധ്യാപകരുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ PTA-യുടെ പ്രതിനിധികളെല്ലാം ഉൾപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സ്കൂൾ തല ഗ്രീൻ പ്രോട്ടോകോൾ മോണിറ്ററിംഗ് നടക്കുന്നതാണ്. സ്കൂൾ തല ഗ്രീൻ പ്രോട്ടോകോൾ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കണം. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലൊക്കെ മോണിറ്റർ ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ പോരായ്മകളോ എവിടെയെങ്കിലുമൊക്കെ പരിമിതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി അത് തിരുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കിയാൽ നമ്മുടെ സ്കൂളുകളെ സീറോ വേസ്റ്റേജ് പ്രദേശങ്ങളാക്കി മാറ്റാൻ കഴിയും. ആ രൂപത്തിൽ നമ്മുടെ സ്കൂൾ പരിസരം മാലിന്യ വിമുക്തമായിട്ട് മാറ്റാൻ കഴിയും. അതിലൂടെ സ്കൂളുകൾ തുറന്നുമ്പോൾ കുട്ടികളിലൂടെ അത് വീടുകളിൽ നിന്നും നമ്മളുടെ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനം മുഴുവനും ഈ ഗ്രീൻ പ്രോട്ടോകോൾ വ്യാപകമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലിന് സാധ്യതയുണ്ട്. അതിന് കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അധ്യാപകരുടെ